ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഇത് പ്രിയങ്കയുടെ ഇടിവെട്ട് നീക്കം. പോലീസിന്റെ കണ്ണു വെട്ടിച്ചുള്ള മിന്നൽ സന്ദർശനം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഈ നീക്കം ഒരുപക്ഷെ മറ്റു നേതാക്കൾക്കില്ലാത്ത ഒരു നിരീക്ഷണ വലയം യോഗി പ്രിയങ്കയുടെ മേലിൽ ചാർത്തിക്കൊടുത്തിരുന്നു. പക്ഷേ പോലീസിന്റെ ആ നിരീക്ഷണ വലയത്തെ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ മിന്നൽ സന്ദർശനം യുപിയിൽ നടന്നിരിക്കുകയാണ്. നമുക്കറിയാവുന്ന വിഷയമാണ്. നിരവധി ആളുകൾ പ്രതിഷേധത്തിനിടയിൽ യുപി പോലീസിന്റെ അക്രമത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അവരെ നേരിൽ കാണാൻ പ്രിയങ്ക ഗാന്ധിയെ അനുവദിച്ചിരുന്നില്ല. അവരെ കാണരുത് എന്നാണ് യോഗി പോലീസ് പ്രിയങ്കയ്ക്ക് മുന്നിൽ വെച്ച നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രിയങ്ക, നൂർ മുഹമ്മദിന്റെ കുടുംബം, നമുക്കറിയാവുന്നതാണ് പ്രതിഷേധത്തിനിടയിൽ കൊല്ലപ്പെട്ട നൂർ മുഹമ്മദിന്റെ കുടുംബത്തെ പ്രിയങ്ക കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഒപ്പം റുക്കിയ പർവീണിനെ നേരിട്ട് കാണുകയും റുക്കിയ പർവീണിനോട് എല്ലാവിധ സഹായവും ചെയ്തു തരാമെന്നുള്ള കാര്യം പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തി പറയുകയും മദ്രസയിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച മൗലാന ആസദ് ഹുസൈനെയും നേരിൽ കാണുകയും ചെയ്തിട്ട് പ്രിയങ്ക പറഞ്ഞ വാക്കുകളുണ്ട്. ആ വാക്കുകളെ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല, കേൾക്കാതിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല, നെഞ്ചിലേറ്റാതിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പ്രിയങ്ക പറഞ്ഞത് ഇങ്ങനെയാണ്: മുസ്ലിങ്ങൾ അവർ ഒരുപാട് പീഡനത്തിന് ഇരയാക്കപ്പെടുകയാണ്. അവരോടൊപ്പം ഞാൻ ഉണ്ടാകും, മരണം വരെ ഞാൻ അവരോടൊപ്പം തോളോട് തോള് ചേർന്നുണ്ടാകും. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പ്രിയങ്ക വലിയ രീതിയിൽ തന്നെ വിളിച്ചു പറയുമ്പോൾ പ്രിയങ്ക ഒരു കാര്യം കൂടി മറന്നില്ല. മദ്രസയിൽ കയറി പോലീസിന്റെ നരനായാട്ട്, ആ വിഷയത്തെ മുന്നിൽ നിർത്തി പ്രിയങ്ക പറഞ്ഞത് മദ്രസ വിദ്യാർത്ഥികളോട് കാണിച്ച ക്രൂരതയ്ക്ക് തീർച്ചയായും ഒരു കാലത്ത് യുപിയിലെ ആ പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രിയങ്ക ആർജവത്തോടെ വിളിച്ചു പറഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ ഒരു വലിയ കൂട്ടം തന്നെ പ്രിയങ്കയെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. അപ്പോഴേക്കും യോഗിയുടെ പോലീസ് പ്രിയങ്കയെ തടയാൻ ആ സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു വരികയും പ്രിയങ്കയെ വലിയ രീതിയിൽ തടയാനുള്ള ശ്രമങ്ങൾ യോഗി പോലീസ് നടത്തുകയും ചെയ്തു. പക്ഷേ അതിനെയൊക്കെ ഭേദിച്ച് പറയാനുള്ളത് ആർജവത്തോടെ ഇന്ദിരയുടെ കൊച്ചുമകൾ വിളിച്ചു പറഞ്ഞപ്പോൾ യോഗിയുടെ പോലീസിന് മുട്ടുമടക്കേണ്ടി വന്നു. അതാണ് പറഞ്ഞത്, ഇത് ഷൂ നക്കിയവരുടെ ചരിത്രമുള്ള ആളുകളല്ല, മറിച്ച് രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇന്നേ വരെ ജീവൻ കൊടുത്ത് പോരാടിയവരുടെ തലമുറയിൽപ്പെട്ടതാണ് പ്രിയങ്ക ഗാന്ധി. ആ ശക്തി, ആ തീജ്വാല അങ്ങനെയൊന്നും യോഗി പോലീസിന് അണയ്ക്കാൻ സാധിക്കുകയില്ല. കാരണം അത് കത്തിജ്വലിച്ചു തന്നെ ഇരിക്കും. ഇനിയും ഇതേപോലെ നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ മേലിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പോലീസ് വലയങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇനിയും ജനങ്ങളിലേക്ക് പ്രിയങ്ക എത്തുക തന്നെ ചെയ്യും. അത് തടയാൻ ഒരു യോഗി പോലീസിനും സാധിക്കുകയില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.